everyone, welcome back to another video. ഇത് കണ്ടോ, ഇത് പാനസോണിക്കിന്റെ പഴയ മോഡൽ മിക്സർ ഗ്രൈൻഡർ ആണ്. പഴയ ഡിസൈൻ ആണെങ്കിലും ഒരുപാട് സേഫ്റ്റി ഫീച്ചറുകളോട് കൂടിയ ഒരു പവർഫുൾ മോഡലാണ് കേട്ടോ ഇത്. 1000 വാട്ട്സ് എന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, അതായത് 1000 വാട്ട്സിന്റെ മോട്ടർ ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നിലവിൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പ്ലഗിന് ചില പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണാത്തവർക്കായിട്ട് മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. നമുക്ക് ആദ്യം ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്ത് നോക്കാം. സ്ക്വയർ ടൈപ്പ് പിന്നാണ് കേട്ടോ ഇതിന് വരുന്നത്. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. മിക്സിക്ക് യാതൊരു അനക്കവുമില്ല. നമുക്ക് ബട്ടണൊക്കെ പ്രസ് ചെയ്ത് നോക്കാം. യാതൊരു അനക്കവുമില്ല കേട്ടോ. വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു കസ്റ്റമർ തന്നതാണ് കേട്ടോ ഈ ഒരു മിക്സി. നമുക്ക് ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ പ്ലഗിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു പ്ലഗിന് പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൽ ഫ്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഫ്യൂസ് പോയതാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഫ്യൂസ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് 30 ആംസിന്റെ ഒരു ഫ്യൂസ് ആണ് കേട്ടോ. സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് പ്ലഗിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ മൾട്ടിമീറ്റർ ഓൺ ആക്കിയിട്ട് 0L ഇടാം. എന്നിട്ട് രണ്ടറ്റം ഇതുപോലെ ഈ ഒരു ഫ്യൂസിന്റെ രണ്ട് അറ്റത്തും കൊണ്ടുപോയി വെച്ചിട്ട് നോക്കാം. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ശബ്ദം കേട്ടതുകൊണ്ട് ഈ ഒരു ഫ്യൂസിന് കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് മിക്സിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നാണ്. അപ്പൊ മിക്സിയുടെ കവർ അഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബാക്ക് കവർ നമുക്ക് അഴിച്ചെടുക്കാം. ഇവിടെ ആയിട്ട് ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ക്രൂസ് എല്ലാം അഴിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ കവർ ഓപ്പൺ ചെയ്യുവാണേ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സർക്യൂട്ടുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് വരുന്നത് ഒരു ഫെറസ് ബീഡ് ആണ് കേട്ടോ ഇത്. ഇതിനെ പറ്റി മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് മുകളിൽ ലിങ്ക് നൽകാം. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കപ്പാസിറ്റർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഈ ഒരു മിക്സിയുടെ സേഫ്റ്റി പർപ്പസിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ ആയിട്ട് ഒരു സർക്യൂട്ട് ബ്രേക്കർ കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വയർ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൽ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ബ്രേക്കർ കൂടി ഒന്ന് അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സർക്യൂട്ട് ബ്രേക്കറിന് ചെറിയൊരു പ്രോബ്ലം തോന്നിയത് കൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് സർക്യൂട്ട് ബ്രേക്കർ മാറ്റിയിട്ട് കണക്ഷൻ ഡയറക്റ്റ് കൊടുത്ത് നോക്കിട്ടോ. പിന്നെ ഈ ഒരു മിക്സിക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതിന് മുകളിൽ ജാറ് ഫിക്സ് ചെയ്യാനുള്ള ഒരു കപ്ലിംഗ് സിസ്റ്റം ഉണ്ട്. മിക്സി ശരിയായി ഫിറ്റ് ചെയ്താൽ മാത്രമേ മോട്ടോർ വർക്ക് ആവുള്ളൂ. അപ്പൊ ഇവിടെ ആയിട്ട് ചെറിയൊരു 2 ബട്ടൺ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പ്രസ്സായാൽ മാത്രമേ മോട്ടോർ വർക്ക് ആവത്തുള്ളൂ. എന്നാൽ ഇതിൽ ഒരു ബട്ടൺ ഡാമേജ് ആയിരുന്നു കേട്ടോ. മേ ബി അതായിരിക്കാം ഈ ഒരു മിക്സി വർക്ക് ആകാതെ പോയത്. അപ്പൊ നമ്മൾ ആ ഒരു കണക്ഷൻ കൂടി മാറ്റിയിട്ട് ഡയറക്റ്റ് കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ കണക്ഷൻ ഡയറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബ്രേക്കറിന്റെയും അതുപോലെ ആ 2 ബട്ടന്റെയും കണക്ഷൻ മാറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് വയറിങ് കൊടുത്തു. ഇനി സാധാരണ മിക്സി വർക്ക് ചെയ്യുന്ന പോലെ ഇത് വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പൊ ഈ ഒരു മിക്സി സാധാരണ മിക്സി പോലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ബട്ടൺ വരുന്ന മിക്സി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.